നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് സാബി അലോൺസോയെ വളരെ അപ്രതീക്ഷിതമായിട്ട് ഇന്നലെ സാക്ക് ചെയ്തല്ലോ. അത് പുറത്താക്കിയതല്ല, സാബി ഇട്ടിട്ട് പോയതാണ് എന്നൊക്കെ വ്യാഖ്യാനം ചമക്കുന്നവരുണ്ട്. അതിൻ്റെ കൂടുതൽ ബിഹൈൻഡ് ദി സീൻ വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഏതായാലും സാബി അലോൺസോ റയൽ മാഡ്രിഡ് ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തായി. ഇന്നലെ വൈകുന്നേരം വരെ സ്പാനിഷ് മാധ്യമങ്ങളൊക്കെ നൽകിയിരുന്ന സൂചന സാബി അവിടെ തുടരുമെന്ന് തന്നെയായിരുന്നു. പ്രശ്നങ്ങളൊന്നുമില്ല, അദ്ദേഹം തുടരുമെന്ന് തന്നെയായിരുന്നു. പിന്നെ എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ആ സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ നമ്മളൊക്കെ ഞെട്ടുകയാണ്. ഇതേ അവസ്ഥ തന്നെയായിരുന്നു റയൽ മാഡ്രിഡ് താരങ്ങളുടേതും എന്ന് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മാർക്കയുടെ റിപ്പോർട്ട് പറയുന്നത് റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ന്യൂ അബൌട്ട് സാബി അലോൺസോ ലീവിംഗ് ത്രൂ റയൽ മാഡ്രിഡ്സ് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. നോ വൺ വാസ് ഇൻഫോംഡ് ഓഫ് എനിത്തിങ് പ്രയർ. ഒരാൾക്കും ഒന്നും നേരത്തെ അറിയുന്നുണ്ടായിരുന്നില്ല. റയൽ മാഡ്രിഡ് താരങ്ങൾ തന്നെ ഇക്കാര്യം അറിഞ്ഞത് ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ്. ഇപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടല്ലോ, ഒരു റയൽ മാഡ്രിഡ് താരത്തോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട്, സാബിയെ പുറത്താക്കിയല്ലോ. അപ്പോൾ അയാളുടെ പ്രതികരണം നമ്മൾ കാണുന്നത് വെറുതെ കള്ളം പറയരുത്, അങ്ങനെ കാര്യങ്ങൾ മെസ്സാക്കരുത് എന്നൊക്കെയാണ്. എന്ന് പറയുമ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഒട്ടും അവർ കരുതുന്നില്ല സാബി അലോൺസോ പുറത്താകുമെന്ന്. ശരിക്കും ഷോക്ക്ഡാണ് റയൽ മാഡ്രിഡ് താരങ്ങൾ എന്നതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. ഈ ഡിസിഷൻ്റെ പിറകിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോൾ മൊണ്ടാസെറോ ചില കാര്യങ്ങൾ പുറത്തുവിടുന്നുണ്ട്. അതിൽ സാബി അലോൺസോയും ഹോസെ ഏഞ്ചൽ സാഞ്ചസും ജിദ്ദയിൽ നിന്ന് മാഡ്രിഡിലേക്കുള്ള ഫ്ലൈറ്റ് യാത്രയിൽ കാര്യങ്ങൾ സംസാരിച്ചു. എന്നിട്ട് ഒരു അനാലിസിസ് കണ്ടക്ട് ചെയ്തു, ടീമുമായി ബന്ധപ്പെട്ടിട്ട് മുന്നോട്ട് എങ്ങനെ പോകും എന്നുള്ളതിൽ. സാബി അലോൺസോക്ക് ആ സിറ്റുവേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒരു വ്യക്തത ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്താണ് ഇനി മുന്നോട്ട് എന്നതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാനും പറ്റിയില്ല. ദെൻ അതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുകയായിരുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയി, അദ്ദേഹത്തെ പുറത്താക്കി. സ്ട്രൈറ്റ് ആഫ്റ്റർ ആർബിലോയ വാസ് സൈൻഡ്. ഇതാണ് സംഭവിച്ചത് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നത്. എന്തായാലും റയൽ മാഡ്രിഡ് താരങ്ങൾ റിയലി ഷോക്ക്ഡ് ആയിരുന്നു. അവരുടെ പ്രതികരണങ്ങൾ അതിൻ്റെ പിന്നാലെ നമ്മൾ കണ്ടു. പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അവരുടെ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതേസമയം വിനി ജൂനിയർ, മിലിറ്റാവോ, ട്രെൻഡ്, മെൻഡി, ബെല്ലിംഗാം, ബ്രാഹിം ഇങ്ങനെയുള്ളവർ ആ ഒരു ഘട്ടത്തിൽ പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നാലെ പലരും പ്രതികരണം നടത്തുന്നത് നമ്മൾ കണ്ടു. ഏതായാലും ഇപ്പോൾ കിലിൻ എംബാപ്പയുടെ ഒരു പ്രതികരണം വന്നത്, ഇത് വളരെ ചെറിയ ഒരു കാലഘട്ടമാണ് നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നതെങ്കിലും വലിയ സന്തോഷമുണ്ടായിരുന്നു നിങ്ങളോടൊപ്പം കളിക്കാനും നിങ്ങളിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും. താങ്ക് യു ഫോർ ഗിവിങ് മീ കോൺഫിഡൻസ് സിൻസ് ഡേ വൺ. എന്തായാലും നിങ്ങളെ കൃത്യമായിട്ടുള്ള ഐഡിയാസ് ഉള്ള ഒരു കോച്ചായിട്ട് ഞാനെന്നും ഓർമ്മിക്കും. ഫുട്ബോളിനെ കുറിച്ച് പല കാര്യങ്ങൾ അറിയാവുന്ന ഒരു മികച്ച കോച്ചായിട്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് ഫോർ യുവർ നെക്സ്റ്റ് ചാപ്റ്റർ എന്നാണ് കിലിൻ എംബാപ്പെ പ്രതികരിച്ചത്. പിന്നെ ആർദ ഗ്യൂളർ കുറച്ചുകൂടി അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തെ നന്നായി ബാക്ക് ചെയ്തു എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ചു. മിസ്റ്റർ സാബി അലോൺസോ, താങ്ക് യു ഫോർ ബീയിങ് എവറിത്തിങ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതികരണം വരുന്നതാണ് നമ്മൾ കണ്ടത്. എന്നെ വിശ്വസിച്ചതിന് ഞാൻ എല്ലാവിധ നന്ദിയും പറയുന്നുണ്ട്. ഫ്രം ഡേ വൺ നിങ്ങൾ എന്നെ ശരിക്കും വിശ്വാസം അർപ്പിച്ചു. എല്ലാ കോൺവെർസേഷൻസും, എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ വിശദീകരണങ്ങളും കാര്യങ്ങളും ഒക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്നെ അത് വല്ലാതെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ രൂപത്തിൽ എൻ്റെ ഗെയിം ഷേപ്പ് ചെയ്തെടുക്കാനും ഹയർ ലെവലിലേക്ക് എത്താനും എനിക്കതിലൂടെ സഹായകരമായി എന്നാണ് ആർദ ഗ്യൂളറുടെ ഒരു പ്രതികരണം വന്നത്. അതോടൊപ്പം തന്നെ മറ്റു താരങ്ങൾ, ഇപ്പോൾ ഷൂബനിയുടെ പ്രതികരണം വന്നു. താങ്ക് യു ഫോർ എവറിത്തിങ്. ഒരു പ്ലഷറായിരുന്നു നിങ്ങളിൽ നിന്ന്, വൺ ഓഫ് ദി ബെസ്റ്റിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. നിങ്ങളുടെ ഭാവി യാത്രക്ക് എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരുന്നു എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. ദെൻ ഹുയിസിൻ്റെ പ്രതികരണം വന്നു. താങ്ക് യു ബോസ് ഫോർ എവറിത്തിങ് വി ഹാവ് ഷെയർഡ്, ഓൾ ദി ബെസ്റ്റ് ഫോർ ദി ഫ്യൂച്ചർ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം വന്നത്. ഡാനി സബയോസിൻ്റെ പ്രതികരണം അതിനുശേഷം വന്നു. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ് ബോസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് നിങ്ങളുടെ അംബീഷൻ, നിങ്ങളുടെ ഡിസയർ, നിങ്ങൾ ഫുട്ബോളിനെ കാണുന്ന രീതി, അതൊക്കെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ലത് മാത്രമാണ് ഇനി വരാനിരിക്കുന്നത്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അതുപോലെ താരങ്ങൾ ഇപ്പോൾ ല്യൂനിൻ്റെ പ്രതികരണം വന്നു. താങ്ക് യു ഫോർ എവറിത്തിങ് മിസ്റ്റർ, നിങ്ങളൊരു മികച്ച കോച്ചാണ്, ഒരുപാട് വിജയങ്ങൾ ഇനിയും ഭാവിയിൽ നിങ്ങൾ നേടാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൽ നിന്ന് വന്നു. കോർട്ടുവ
ഏതാണ്ട് അതുപോലെയുള്ള ഒരു സെൻറ്റിമെൻറ്റ്സാണ് പിന്നാലെ പങ്കുവച്ചത്. താങ്ക് യു ഫോർ എവറിത്തിങ്. തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുക എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ള കാര്യമായിരുന്നു. നിങ്ങളുടെ ഭാവിക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു, എല്ലാവിധ സക്സസ്സും നേരുന്നു. നിങ്ങളത് അർഹിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നത്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അസെൻസിയോ, ഫെഡെ വാൽവെർദെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ഭാവിക്ക് ആ ഒരു ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് പ്രതികരിക്കുന്നതാകട്ടെ. എന്തായാലും റയൽ താരങ്ങൾ ശരിക്കും ഷോക്ക്ഡാണ്. അവർ ഇങ്ങനെ ഒരു തീരുമാനം ഈ ഒരു ഘട്ടത്തിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിലേക്ക് എത്താം.